കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടും പിന്നീട് നമുക്ക് ഓരോ നദികളെ കുറിച്ചിട്ടും അതിൻ്റെ ഇടയിൽ തന്നെ പറയാം. കേരളത്തിൽ എത്ര നദികൾ ഉണ്ട് എന്നതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ 44 നദികളാണ് കേരളത്തിലുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അതിൻ്റെ ആൻസർ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ നദികളിൽ 3-ാം സ്ഥാനം ഏത് നദിക്കാണ് എന്നുള്ളതാണ്. ഉത്തരം പമ്പ നദി. ക്വസ്റ്റ്യൻ നമ്പർ 4, കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഭാരതപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 5, കേരളത്തിലെ നദികളിൽ 2-ാം സ്ഥാനം ഏത് നദിക്കാണ്? ആൻസർ ഭാരതപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിൽ അമരാവതി എന്നറിയപ്പെടുന്ന നദി ഏത്? ആൻസർ ഭാരതപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോളമി ബാരിസ് എന്ന് സൂചിപ്പിച്ച നദി ഏത്? ആൻസർ പമ്പ നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണ ഭാഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി ഏത്? ആൻസർ പമ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാസ്താം ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പമ്പ നദിയുടെ തീരത്താണ് ശാസ്താം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം. അടുത്ത ചോദ്യം, ബേപ്പൂർ പുഴയെന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ചാലിയാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം നദി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അതിൻ്റെ ഉത്തരം മഞ്ചേശ്വരം നദി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ആൻസർ നെയ്യാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? ഉത്തരം 3. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ പേര് കബനി, ഭവാനി, പാമ്പാർ എന്നാണ്. കേരളത്തിൽ 44 നദികളുണ്ട്. 3 നദികൾ ഒഴികെ എല്ലാ നദികളും സഹ്യപർവ്വതത്തിൽ നിന്ന് അഥവാ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവയിൽ 3 കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ബാക്കിയുള്ളവ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഇനി പെരിയാർ നദിയെക്കുറിച്ചിട്ട് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഈ നദിയുടെ തീരത്താണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടി സ്ഥിതി ചെയ്യുന്നത്. വർഷം തോറും കുംഭമാസത്തിലെ സുപ്രസിദ്ധമായിട്ടുള്ള ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്ന ആലുവയും പെരിയാർ നദിയുടെ തീരത്താണ്. പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നുമാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി പെരിയാർ നദിയാണ്. ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി കൂടിയാണ് പെരിയാർ നദി. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണിയാർ എന്നാണ് പെരിയാറിനെ പരാമർശിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് പെരിയാർ നദീതീരത്താണ്. പെരിയാറിൻ്റെ പോഷക നദികളാണ് മുല്ലപ്പെരിയാർ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, പെരിഞ്ചാൻകുട്ടിയാർ, മുതിരപ്പുഴ, തൊട്ടിയാർ എന്നിവ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ പദ്ധതി 1940 പ്രവർത്തനം ആരംഭിച്ചത് പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയുടെ തീരത്താണ്. 1789 ഉത്തര കേരളം ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് തെക്കോട്ട് നീങ്ങിയ ടിപ്പു സുൽത്താൻ്റെ ജൈത്രയാത്രയെ പിന്തിരിപ്പിച്ചത് പെരിയാർ നദിയിലുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കമായിരുന്നു. ആലുവ പുഴയെന്നും പെരിയാർ നദിയെ പറയുന്നുണ്ട്. ഇനി ഭാരതപ്പുഴയെക്കുറിച്ചിട്ട് നോക്കാം. കേരളത്തിലെ നദികളിൽ 2-ാം സ്ഥാനം ഭാരതപ്പുഴക്കാണ്. സാമൂതിരിയുടെ അധ്യക്ഷതയിൽ നടന്നു പോന്ന മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് ചേരാറുണ്ടായിരുന്നത്. ഇത് നിള നദി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഗായത്രിപ്പുഴ, ചിറ്റൂർ പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ, പൊന്നാനിപ്പുഴ എന്നിവ.
മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കേരളത്തിൽ നിമജ്ജനം ചെയ്തത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇത് പേരാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ നദി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. മഹാകവി വള്ളത്തോളാണ് കലാമണ്ഡലം സ്ഥാപിച്ചത്. തുടക്കത്തിൽ കോയമ്പത്തൂർ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ കേരളത്തിൽ പ്രവേശിച്ച് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ ചേരുകയാണ് ചെയ്യുന്നത്. ആനമലയിൽ നിന്നുത്ഭവിച്ച് തമിഴ്നാട്ടിലൂടെ 42 കിലോമീറ്റർ ഒഴുകി കേരളത്തിലെത്തുന്ന നദിയാണ് ഭാരതപ്പുഴ. ഈ നദി തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് അമരാവതി എന്ന പേരിലാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. ഇനി പമ്പാ നദിയെക്കുറിച്ചിട്ട് നോക്കാം. കേരളത്തിലെ നദികളിൽ 3-ാം സ്ഥാനം പമ്പാ നദിക്കാണ്. ഈ നദിയുടെ തീരത്താണ് മതപരമായി വളരെ പ്രാധാന്യമുള്ള ശബരിമല, ആറന്മുള, ചെങ്ങന്നൂർ, മരാമൺ, എടത്വ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. റോമൻ ചരിത്രകാരനായ ടോളമിയുടെ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ ബാരിസ് എന്ന പേരിൽ സൂചിപ്പിക്കുന്ന നദി പമ്പാ നദിയാണ്. ദക്ഷിണ ഭാഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പമ്പാ നദിയാണ്. ഇത് ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. പമ്പാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മണിമലയാർ, അച്ചൻ കോവിലാർ, കക്കി, അഴുത, കല്ലാർ എന്നിവയാണ് പമ്പാ നദിയുടെ പോഷക നദികൾ. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിൽ 2-ാം സ്ഥാനവുമുള്ള ക്രൈസ്തവ മതസമ്മേളനമായ മരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശാസ്താം ക്ഷേത്രം വളരെ പ്രാധാന്യമുള്ള ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ മകരവിളക്കുത്സവം ദക്ഷിണ കുംഭമേള എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. പമ്പാ നദിയിലുള്ള പ്രസിദ്ധമായ വെള്ളച്ചാട്ടം പെരുന്തേനരുവി എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഇനി ചാലിയാറിനെ കുറിച്ചിട്ട് നോക്കാം. ബേപ്പൂർ പുഴയെന്നും ചാലിയാർ നദി അറിയപ്പെടുന്നുണ്ട്. ചാലിയാർ നദി തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ നദികളിൽ 4-ാം സ്ഥാനം ചാലിയാർ നദിക്കാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. നിലമ്പൂർ ഭാഗത്ത് ഈ നദിയുടെ തീരത്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. ചാലിയാറിൻ്റെ പോഷക നദികളാണ് പുന്നപ്പുഴ, ചാലിപ്പുഴ, പാണ്ടിയാർ, കരിമ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കരുമ്പൻപുഴ, വാടപ്പുറം പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, ഇരുനെല്ലിപ്പുഴ എന്നിവ. കേരളത്തിലെ നദികളിൽ 5-ാം സ്ഥാനമുള്ള നദിയാണ് ചാലക്കുടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള നദി. ചാലക്കുടിയാറിൻ്റെ പോഷക നദികളാണ് പറമ്പിക്കുളം, കരിയാക്കുറ്റി, ഷോളയാർ, ആനക്കയം എന്നിവ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ നദി. അഗസ്ത്യ മലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അറബിക്കടലിലാണ് പോയി പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം നദിയാണ്. കർണാടക അതിർത്തിയിലെ ബാലേപ്പുണ്ണി കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഉപ്പള കായലിലാണ് പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം നദിയാണ്. ഇതിൻ്റെ നീളം 16 കിലോമീറ്ററാണ്. ഇത് കാസർഗോഡ് ജില്ലയിലാണ്. സർക്കാർ കണക്കനുസരിച്ച് ഒരു ജലാശയത്തെ നദിയായി കണക്കാക്കണമെങ്കിൽ കുറഞ്ഞത് 15 കിലോമീറ്റർ നീളമുണ്ടായിരിക്കണം. 100 കിലോമീറ്ററിലേറെ നീളമുള്ള 11 നദികളാണ് കേരളത്തിൽ ഉള്ളത് ടോട്ടലായിട്ട്. കേരളത്തിലെ മിക്ക നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നുത്ഭവിച്ച് നേരിട്ടോ കായലുകളിലൂടെയോ അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ട് കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴയാണ്. ഇതിൻ്റെ നീളം 19 കിലോമീറ്ററാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. ഇവ കാവേരി നദിയുടെ പോഷക നദികളാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ കബനി കർണാടകത്തിലേക്ക് ഒഴുകുന്നു. മറ്റു 2 നദികൾ തമിഴ്നാട്ടിലേക്കും. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി കബനി നദിയാണ്. ഇതിൻ്റെ നീളം 56.6 കിലോമീറ്ററാണ്. കബനി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള കുറുവ ദ്വീപ് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി പാലക്കാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെയും. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഇവിടെ 12 നദികളുണ്ട്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. 142 മൈലാണിത്.
പെരിയാർ നദി ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ്. ഇത് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. പമ്പാ നദി 176 കിലോമീറ്ററാണ് നീളം. പുളിച്ചി മലയിൽ നിന്നും ഉത്ഭവിച്ച് വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു. ചാലിയാർ നദി 169 കിലോമീറ്ററാണ് നീളം. ഇളമ്പിലേരിയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിലാണ് ഈ നദി പതിക്കുന്നത്. അടുത്ത നദി കടലുണ്ടി പുഴയാണ്. 130 കിലോമീറ്ററാണ് നീളം. ചേരക്കൊമ്പൻ മലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ചാലക്കുടി പുഴയാണ് അടുത്ത നദി. ഇത് 130 കിലോമീറ്ററാണ് നീളം. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പെരിയാറിൽ പതിക്കുന്നു. അടുത്ത നദി അച്ഛൻ കോവിലാർ എന്ന നദിയാണ്. ഇത് 128 കിലോമീറ്ററാണ് നീളം. പശുക്കിടമേടിൽ നിന്നും ഉത്ഭവിച്ച് പമ്പാ നദിയിൽ പതിക്കുന്നു. എട്ടാമത്തെ നദി മൂവാറ്റുപുഴയാറാണ്. 121 കിലോമീറ്ററാണ് നീളം. തരങ്കം കാനം കുന്നിൽ നിന്നും ഉത്ഭവിച്ച് വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു. നമ്പർ 9 കല്ലടയാർ 121 കിലോമീറ്റർ. കരിമലയിൽ നിന്നും ഉത്ഭവിച്ച് അഷ്ടമുടി കായലിൽ പതിക്കുന്നു. നമ്പർ 10 വളപട്ടണം പുഴ 110 കിലോമീറ്റർ നീളം. ബ്രഹ്മഗിരിവനത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. 11ാമത്തെ നദി ചന്ദ്രഗിരി പുഴയാണ്. 106 കിലോമീറ്ററാണ് നീളം. പട്ടിക്കാട്ട് വനത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്ത നദിയാണ് മണിമലയാർ 90 കിലോമീറ്റർ നീളം. തട്ടമലയിൽ നിന്നും ഉത്ഭവിച്ച് പമ്പാ നദിയിൽ പതിക്കുന്നു. അടുത്ത നദി വാമനപുരം പുഴ. ഇത് 88 കിലോമീറ്ററാണ് നീളം. ചെമ്മുഞ്ചിമൊട്ടയിൽ നിന്നും ഉത്ഭവിച്ച് അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്നു. അടുത്ത നദി കുപ്പം പുഴ 82 കിലോമീറ്റർ നീളം. പാടിനെൽക്കാടിൽ നിന്നും ഉത്ഭവിച്ച് വളപട്ടണം പുഴയിൽ പതിക്കുന്നു. മീനച്ചിലാറാണ് അടുത്ത നദി. 78 കിലോമീറ്ററാണ് നീളം. അരയ്ക്കുന്നം മുടിയിൽ നിന്നും ഉത്ഭവിച്ച് വേമ്പനാട്ടു കായലിലാണ് പതിക്കുന്നത്. അടുത്തത് കുറ്റ്യാടി പുഴ 74 കിലോമീറ്റർ നീളം. നരിക്കോട്ടയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്ത നദി കരമനയാർ. ഇത് 68 കിലോമീറ്റർ നീളമുണ്ട്. ചെമ്മുഞ്ചി മൊട്ടയിൽ നിന്നും ഉത്ഭവിച്ച് അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്നു. അടുത്തത് ചെറിയ പുഴ. ഇത് 67 കിലോമീറ്ററാണ് നീളം. ആനക്കണ്ടി വനത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിലാണ് പതിക്കുന്നത്. അടുത്തത് കാര്യങ്കോട്ട് പുഴ. ഇത് 64 കിലോമീറ്ററാണ് നീളം. ഇത് പാടിനെൽക്കാടിൽ നിന്നും ഉത്ഭവിച്ച് കവ്വായി കായലിൽ പതിക്കുന്നു. അടുത്തത് നെയ്യാർ 56 കിലോമീറ്റർ. അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് ഇത്തിക്കരപ്പുഴ. ഇത് 56 കിലോമീറ്ററാണ് നീളം. മടത്തറയിൽ നിന്നും ഉത്ഭവിച്ച് പരവൂർ കായലിൽ പതിക്കുന്നു. അടുത്തത് മയ്യഴി പുഴ 56 കിലോമീറ്റർ നീളം. വയനാട് ചുരത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് പെരുമ്പപ്പുഴ 51 കിലോമീറ്റർ നീളം. പേക്കുന്നിൽ നിന്നും ഉത്ഭവിച്ച് കവ്വായി കായലിൽ പതിക്കുന്നു. അടുത്തത് കീച്ചേരി പുഴ 51 കിലോമീറ്റർ നീളം. മച്ചാട്ടുമലയിൽ നിന്നും ഉത്ഭവിച്ച് ഏനമാക്കൽ തടാകത്തിൽ പതിക്കുന്നു. അടുത്തത് ഉപ്പളപ്പുഴ 50 കിലോമീറ്റർ നീളം. വീരക്കമ്പക്കുന്നിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് അഞ്ചരക്കണ്ടിപ്പുഴ. ഇത് 48 കിലോമീറ്ററാണ് നീളം. കണ്ണോത്ത് വനത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് തിരൂർ പുഴ 48 കിലോമീറ്റർ നീളം. ആദവനാടിൽ നിന്നും ഉത്ഭവിച്ച് ഭാരതപ്പുഴയിൽ പതിക്കുന്നു. അടുത്തത് കരുവന്നൂർ പുഴ 48 കിലോമീറ്റർ നീളം. പൂമലയിൽ നിന്നും ഉത്ഭവിച്ച് ഏനമാക്കൽ തടാകത്തിൽ പതിക്കുന്നു. അടുത്തത് നീലേശ്വരം പുഴ 46 കിലോമീറ്റർ നീളം. കിനാനൂറിൽ നിന്നും ഉത്ഭവിച്ച് കാര്യങ്കോട്ട് പുഴയിൽ പതിക്കുന്നു. അടുത്തത് പള്ളിക്കൽ പുഴ 42 കിലോമീറ്റർ നീളം. കളരിത്തറ കുന്നിൽ നിന്നും ഉത്ഭവിച്ച് വട്ടക്കായലിൽ പതിക്കുന്നു. അടുത്തത് കോരപ്പുഴ 40 കിലോമീറ്റർ നീളം. അരിക്കൽ കുന്നിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് മൊഗ്രാൽ പുഴ 34 കിലോമീറ്റർ നീളം. കാണത്തൂർ കുന്നിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് കവ്വായി പുഴ 31 കിലോമീറ്റർ നീളം. ചീമേനി കുന്നിൽ നിന്നും ഉത്ഭവിച്ച് കവ്വായി കായലിൽ പതിക്കുന്നു. അടുത്തത് പുഴവൈക്കൽ പുഴ 29 കിലോമീറ്റർ നീളം. മല്ലാട്ടുമലയിൽ നിന്നും ഉത്ഭവിച്ച് ഏനമാക്കൽ തടാകത്തിൽ പതിക്കുന്നു. അടുത്തത് തലശ്ശേരി പൊന്ന്യം പുഴ 28 കിലോമീറ്ററാണ് നീളം. കണ്ണോത്ത് വനത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് മാമം പുഴ 27 കിലോമീറ്ററാണ് നീളം. പന്തലത്തോട്ട് കുന്നിൽ നിന്നും ഉത്ഭവിച്ച് അഞ്ചുതെങ്ങിൽ പതിക്കുന്നു. അടുത്തത് ചിത്താരിപ്പുഴ 25 കിലോമീറ്റർ നീളം. ചെട്ടിയാച്ചലിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് കല്ലായി പുഴ 22 കിലോമീറ്റർ നീളം. ചേരിക്കുളത്തൂരിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് രാമപുരം പുഴ
19 കിലോമീറ്റർ നീളം ഇരിങ്ങൽ കുന്നിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് അയിരൂർ പുഴ 19 കിലോമീറ്റർ നീളം നാവായിൽ നിന്നും ഉത്ഭവിച്ച് നടയറക്കായലിൽ പതിക്കുന്നു. അടുത്തത് മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ നീളം ബാലൈപ്പുണിക്കുന്നിൽ നിന്നും ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്നു. കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. കബനി നദി 56.6 കിലോമീറ്റർ നീളം തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിച്ച് കാവേരി നദിയിൽ പതിക്കുന്നു. ഭവാനി പുഴ 37.5 കിലോമീറ്റർ നീളം ശിരുവാണി പുഴയിൽ നിന്നും ഉത്ഭവിച്ച് കാവേരി നദിയിൽ പതിക്കുന്നു. അടുത്തത് പാമ്പാർ പുഴ 25 കിലോമീറ്റർ നീളം ബെൻമോറിൽ നിന്നും ഉത്ഭവിച്ച് കാവേരി നദിയിൽ പതിക്കുന്നു.